ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 7ാമത്തെ പാഠം ഇന്ദ്രിയജാലം എന്നതിലെ 2ാമത്തെ പാർട്ടാണ് കേട്ടോ. കേട്ടറിഞ്ഞ് എന്ന മുതലുള്ള ഭാഗമാണ് തുടങ്ങുന്നത്. 130ാമത്തെ പേജാണ്. കേട്ടറിഞ്ഞ്. ഇവിടെ കുറച്ച് കുട്ടികൾ കണ്ണുപൊത്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിലെ കണ്ണു കെട്ടിയ കുട്ടി എങ്ങനെയാവും ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നത്? കേൾവിയോടാണ് അല്ലേ, കേൾവി കൊണ്ടാണ്. അവരുടെ ശബ്ദം കേട്ടിട്ടാണല്ലേ. കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴല്ലേ നമുക്ക് ചുറ്റുപാടിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേൾക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്? ചെവി കൊണ്ടാണല്ലേ. അപ്പം ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? നോക്കാം. അപ്പോൾ ഒരു കുട്ടി ഇവിടെ അയ്യോ എന്ന് വിളിച്ച് ചെവി വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ അമ്മ പറയാണ്, വാ ഡോക്ടറെ കാണാം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചോളൂ അല്ലേ ചെവിയിലേക്ക്. അപ്പോൾ മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ? പണ്ടുള്ളവരൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അത് ശരിയായ തീരുമാനമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാരീതികൾ പിന്തുടരരുത്. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ. സ്വയം ചികിത്സ അപകടമാണ് അല്ലേ. കേൾവിശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും. ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധയുണ്ടാക്കുമെന്നറിയാമോ? ഇത് ചെവിവേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പെൻസിൽ, പേന, തീപ്പെട്ടിക്കൊള്ളി, സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിലിടരുത്. ഉച്ചത്തിലുള്ള ശബ്ദവുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക. ചെവിയിൽ വെള്ളം ഒഴിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്നും ഉപയോഗിക്കരുത്. പതിവായി ശ്രവണ പരിശോധന നടത്തുക. സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. ചിലവരുണ്ട് ചെവിയിൽ ബഡ്സൊക്കെ ഇട്ട് ചെയ്യുന്നവരല്ലേ. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ബഡ്സിൻ്റെ തുഞ്ചത്തുള്ള ആ ഒരു പരുത്തിയൊക്കെ ഉള്ളോട്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉള്ളോട്ട് തട്ടി ചെവിയുടെ പാടൊക്കെ എങ്ങനെയൊക്കെ തട്ടിയാലൊക്കെ പ്രശ്നമാണ് കേട്ടോ. അത് കേൾവി കുറവിനൊക്കെ കാരണമാവും. അടുത്തത് ശ്രവണ സഹായികളാണ്. നമുക്ക് കേൾവി ഇല്ലാത്തവർക്ക് കേൾക്കാൻ കഴിയാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ്. പല കാരണങ്ങളാലും കേൾവിക്കുറവുണ്ടാവാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. അടുത്തത് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. അതെന്തിനുള്ളതാണ്? ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത്. അപ്പോൾ നമ്മൾ കണ്ണിനെ കുറിച്ചും ചെവിയെക്കുറിച്ചും പഠിച്ചു. ഇനി അടുത്തത് ഏതാണ്? മണമറിയാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? മൂക്കാണ് അല്ലേ. അവിടെ ചിത്രത്തിൽ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരാൾ എന്താ പറയുന്നത്? അടുക്കളയിൽ നിന്ന് ഭക്ഷണം വെക്കുന്നുണ്ട്, അതിൻ്റെ മണം വന്നിട്ട് ഹായ് നല്ല മണമെന്ന്. മറ്റേ ആൾക്ക് ജലദോഷം ഉണ്ട് അല്ലേ. ജലദോഷമുള്ളത് കൊണ്ട് എനിക്ക് മണം കിട്ടുന്നില്ല എന്ന് പറയാണ്. എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം? എന്താണ് മക്കളെ? മൂക്കിനുള്ളിൽ എപ്പോഴും ഒരു ഈർപ്പം അനുഭവപ്പെടാറില്ലേ? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം എന്ന് പറയുന്നത്. കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് മണമറിയാത്തത്. മക്കൾക്ക് മനസ്സിലായില്ലേ? ചുറ്റുപാടിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ ഗന്ധവും സഹായിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ചുറ്റുപാടിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ ഗന്ധവും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, നിങ്ങളിപ്പോൾ ഒരു മീൻ മാർക്കറ്റിൽ പോവുകയാണ്, അല്ലെങ്കിൽ നല്ല പൂക്കളുള്ള ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പം നിങ്ങൾ കാഴ്ച കൊണ്ട് കേൾവി കൊണ്ട് അല്ലാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. മണത്തിട്ടല്ലേ, ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. മണമറിയാൻ മാത്രമല്ല, ശ്വസിക്കാനും മൂക്ക് ആവശ്യമല്ലേ. മൂക്കിൻ്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം? മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. ശക്തിയായി മൂക്ക് ചീറ്റരുത്. പിന്നെയോ പൊടിയും പുകയൊക്കെ മൂക്കിലേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലേ.
തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം? 2 ഇവിടെ തന്നിട്ടുണ്ട്. വൃത്തിയുള്ള തൂവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക. ഒരാൾ ഉപയോഗിച്ച തൂവാല മറ്റുള്ളവർ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചത് ടിഷ്യൂ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അത് ഒഴിവാക്കുക. അടുത്ത ഭാഗം എന്താണ്? ഹായ്, എന്ത് രുചി! ചിത്രത്തിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടില്ലേ? ഇവയ്ക്കെല്ലാം ഒരേ രുചിയാണോ? അല്ല അല്ലേ, ഒരു സദ്യ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഓരോ വിഭവത്തിനും വ്യത്യസ്ത രുചിയാണല്ലേ. നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത്? എന്തുകൊണ്ട്? ഒരു ഭക്ഷണം നമ്മൾ വായിലിട്ട് അങ്ങനെ അങ്ങ് വിഴുങ്ങിയാൽ നമുക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലെ രുചികൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ പല രുചികളും ഒരു ദിവസം കഴിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ പട്ടികയിൽ ആഹാരം തന്നിട്ടുണ്ട്. ആഹാരത്തിൽ നാരങ്ങ അച്ചാർ, മാമ്പഴം, പാവയ്ക്ക തോരൻ തന്നിട്ടുണ്ട്. രുചികളോ? നാരങ്ങ അച്ചാറിന് പുളിയാണ്, മാമ്പഴത്തിന് മധുരമാണ്, പാവയ്ക്ക തോരന് ഒരു കയ്പ്പാണ് അല്ലേ. പിന്നെയോ മീൻ കറിക്ക് എരിവാണ്. അതുപോലെ മക്കൾ ഓരോന്നിൻ്റെ അത് എഴുതുക. ഐസ്ക്രീം മധുരമാണ്. അങ്ങനെ ലിസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നാവിൻ്റെ മറ്റ് പ്രത്യേകതകൾ നോക്കാം. രുചി അറിയാൻ മാത്രമാണോ നാവ് സഹായിക്കുന്നത്? അല്ല അല്ലേ. മറ്റെന്തെല്ലാമാണ് നാവിൻ്റെ ധർമ്മങ്ങൾ? സംസാരിക്കുക, ഭക്ഷണം ചവച്ചരച്ച് വിഴുങ്ങുന്നു, പിന്നെയോ വായ വൃത്തിയാക്കുന്നു അല്ലേ. ഇനി നാവിൻ്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. അതായത് അധികം ചൂടുള്ളതും കഴിക്കരുത്, അധികം തണുപ്പുള്ളതും കഴിക്കരുത്. പിന്നെയോ ശക്തിയായി നാവ് വടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ചൂടുള്ള ചായയൊക്കെ പെട്ടെന്ന് കുടിക്കുമ്പോൾ നമ്മുടെ നാവ് പൊള്ളിപ്പോയാൽ എന്താവും? നമുക്ക് അവിടെ പിന്നെ ഒരു രുചിയും അറിയൂലല്ലേ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അധികം തണുപ്പ് കഴിച്ചാലും ഒരു മരവിപ്പാണ് നാവിനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവറായിട്ട് തണുപ്പും ചൂടും ഇല്ലാത്തത് കഴിക്കാം. ഇനി തൊട്ടറിഞ്ഞ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തൊട്ടറിഞ്ഞ് കേട്ടോ. മേശപ്പുറത്ത് പന്ത്, പല ആകൃതിയുള്ള മുത്തുകൾ, തണുത്ത വെള്ളം, മിനുസമുള്ള കല്ല്, പരുപരുത്ത കല്ല് എന്നിവ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടി ഇവയോരോന്നും സ്പർശിക്കാൻ ആവശ്യപ്പെട്ടാലോ? ഓരോ വസ്തുവും ഏതെന്ന് തൊട്ട് പറയണം. ചെയ്തു നോക്കൂ. അപ്പോൾ മക്കൾ ഈ ആക്ടിവിറ്റി ഒന്ന് ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവർക്കും എല്ലാം തൊട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം തിരിച്ചറിയാൻ സാധിച്ചോ? ഒരുവിധമൊക്കെ സാധിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് ഇവ തിരിച്ചറിഞ്ഞത്? അത് നമ്മൾ തൊട്ട് നോക്കി, അതിൻ്റെ ചൂട് തണുപ്പ് നോക്കി, ആകൃതി നോക്കി, വലിപ്പം നോക്കി, അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാം. സ്പർശനത്തിലൂടെ എന്തെല്ലാം തിരിച്ചറിയാം? ഒരുവിധം സാധനങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റൂലേ. ഏത് അവയവമാണ് ഇതിന് സഹായിക്കുന്നത്? നമ്മുടെ ത്വക്കാണ്, തൊലിയാണ് അല്ലേ. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതെന്ന് ചോദിച്ചാൽ ത്വക്ക്. ത്വക്ക് എന്ന് പറഞ്ഞാൽ തൊലിയാണ് കേട്ടോ, സ്കിന്നാണ്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട്. ഇനി ഈ ത്വക്കിൻ്റെ സംരക്ഷണം എങ്ങനെയാണ്? ത്വക്കിൻ്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇനി കൂടുതൽ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അല്ലേ, നമ്മുടെ ത്വക്കിൻ്റെ സംരക്ഷണത്തിന്. പിന്നെയോ പലവിധ ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുക. മുഖത്തും ശരീരത്തിലുമൊക്കെ പലവിധ ക്രീമുകൾ ഉപയോഗിക്കുന്നവരുണ്ട്, പൊടികൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് പറ്റുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ കണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ തേക്കാതിരിക്കുക. പിന്നെ അധികമായിട്ട് വെയിലുള്ള സമയങ്ങളിൽ നട്ടുച്ചക്കൊക്കെ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ കുട ഉപയോഗിക്കുക കേട്ടോ.
അടുത്തത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും സംരക്ഷണത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകനുമായി ഒരു അഭിമുഖം നടത്താം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ചോദ്യാവലി തയ്യാറാക്കൂ. ചോദ്യാവലിയിൽ എന്തെല്ലാം? സ്വയം ചികിത്സ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? പിന്നെയോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കാൻ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആരോഗ്യകരമായി നിലനിർത്താൻ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ്? ശരീരത്തിൽ ക്രീമുകൾ, ലോഷൻസ് എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണോ? ഇതുപോലെയുള്ള മക്കളുടെ സംശയങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ചോദിച്ചിട്ട് അഭിമുഖത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ക്രോഡീകരിച്ചെഴുതൂ. 5 ഇന്ദ്രിയങ്ങളുടെയും സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അപ്പോൾ അത് നമ്മൾ പാഠഭാഗത്തിൽ ഓരോ ഭാഗത്തായിട്ട് ഓരോ ഇന്ദ്രിയങ്ങളുടെയും പേരുകളും സംരക്ഷണത്തിൻ്റെ രീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു ചാർട്ടിൽ എഴുതുക കൂടി ചെയ്യണം കേട്ടോ. ഇനി വിലയിരുത്താം. ഒന്നാമത്തെ ചോദ്യം, കടുത്ത വേനലിൽ തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. എന്തായിരിക്കാം കാരണം? കഠിനമായ ചൂടിൽ അല്ലെങ്കിൽ ചൂടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ചൂട് സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട്. ഇത് ചൂട്, ക്ഷീണം, ഹീറ്റ് സ്ട്രോക്ക്, മരണം എന്നീ കാരണങ്ങളിലേക്ക് നയിച്ചേക്കാം. രണ്ടാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ കാഴ്ച, കേൾവി, സ്പർശം എന്നിവയിലൂടെ അറിയാം? പട്ടിക പൂർത്തിയാക്കൂ. കാഴ്ചയിൽ നിറം, ആകൃതി, വലിപ്പം. കേൾവിയിൽ ശബ്ദം, ദൂരം, തിരിച്ചറിവ്. സ്പർശത്തിൽ ആകൃതി, വലുപ്പം, താപനില. മൂന്നാമത്തെ ചോദ്യം, ജീവികളുടെ പ്രത്യേക അവയവങ്ങളാണ് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഓരോന്നും ജീവിയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് കണ്ടെത്തി പറയൂ. ആദ്യത്തേത് പൂച്ചയുടെ മീശയാണ്. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? വായുവിൻ്റെ വൈബ്രേഷൻ കണ്ടുപിടിച്ച് വസ്തുക്കൾ തമ്മിലുള്ള ദൂരവും അവയുടെ മുഖത്ത് നിന്നും ശരീരത്തിൽ നിന്ന് എത്ര ദൂരെയാണ് വസ്തുക്കളെന്നും വിലയിരുത്താൻ ഈ വിസ്കറുകൾ അവരെ സഹായിക്കുന്നു. അടുത്ത ചിത്രത്തിൽ എന്താണ്? ആനയുടെ തുമ്പിക്കൈയാണ്. ആനകൾ ശ്വസിക്കുക, കുടിക്കുക, ഭക്ഷണം കൊടുക്കുക, പിടിച്ചെടുക്കുക, മണക്കുക, കാഹളം മുഴക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ തുമ്പിക്കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? സ്പർശനം, മണം, കേൾവി തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങളുള്ള ഒരു പ്രാണിയുടെ തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സെൻസറി അവയവമാണ് കേട്ടോ. ഇനി പാറ്റയുടേതോ? പാറ്റയുടെ ആൻറ്റിനയാണ് എന്ത്? ഫീലറുകൾ എന്ന് പറയുന്നത്. അത് പാറ്റയുടെ സ്പർശനത്തിനും മണത്തിനും കാരണം ഇവയാണ്. ഇനി മുൻപിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ആ ആൻറ്റിന തട്ടൂല. അപ്പം പാറ്റയ്ക്ക് എന്ത് മനസ്സിലാവും? മുൻപിൽ എന്തോ ഉണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റ് ക്ലാസ്സുകൾ വേണമെങ്കിലും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് സബ്ജക്റ്റ് ആയാലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.